Good afternoon. Good afternoon, sir. എല്ലാവരും ചോറ് കഴിയുകയും ചെയ്തോ? Okay, എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് we have discussed about the possibilities of natural disasters in Kerala. കേരളത്തിൽ ഒക്കർ ചെയ്യുന്ന ഡിസാസ്റ്റർ പലതിനെ കുറിച്ച് പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ച എന്താണ് ലാൻഡ് സ്ലൈഡ് ഇസ് ദ മോസ്റ്റ് ത്രെറ്റനിങ് ഡിസാസ്റ്റർ. കേരളത്തിൽ ഉണ്ടാകുന്നതിൽ ഏറ്റവും വളരെ അധികം ഡേഞ്ചർ ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ഏതാണ്? ലാൻഡ് സ്ലൈഡ് എന്നാണ് പഠിച്ചത്. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതെന്ന്? അറിയില്ല. ഓക്കെ, എന്തൊക്കെയായിരിക്കും വാട്ട് ഓൾ ആർ ഡിസ്ട്രോയ്ഡ് ഡ്യൂറിങ് എ ലാൻഡ് സ്ലൈഡ്? അതെ, ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ബിൽഡിംഗ് മാത്രമാണോ? മറ്റുള്ള പ്രോപ്പർട്ടീസ്, റോഡ്സ് ആവാം, ബ്രിഡ്ജസ് ആവാം, ട്രീസ്. അന്നേരം ഇതാണ് പ്രോപ്പർട്ടി. ഇതുകൂടാതെ എന്ത് ചെയ്യും? ഇതൊക്കെ കൊളാപ്സ് ചെയ്യുന്നതിലൂടെ ആളപായം, ലോസ്റ്റ് പ്രോപ്പർട്ടി ആൻഡ് ഓൾസോ ലൈഫ് ഉണ്ടാവും. അതൊക്കെ അവർ ഇതൊക്കെയാണ് ഡിസ്ട്രോയ് ആവുന്നത്. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഡിസ്ട്രോയ് ആവുന്നത്? അതെ, മുകളിൽ നിന്ന് റോക്കും സോയിലും ഒക്കെ വന്നതിന്റെ മേളിൽ വീഴുമ്പോഴായിരിക്കും ഇതൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അന്നേരം ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഹൗസ്, ട്രീസ്, റോഡ്സ് ഒക്കെ ഡിസ്ട്രോയ് ആവും. അത് ഡിസ്ട്രോയ് ആവുന്നത് എങ്ങനെയാണ്? റോക്കും സോയിലും ഒക്കെ അതിന്റെ മേളിൽ ഒന്ന് കൊളാപ്സ് ചെയ്യും. ഏത് സീസണിലായിരിക്കും ലാൻഡ് സ്ലൈഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത? റെയിനി സീസൺ, വളരെ കൂടുതൽ മഴയുള്ളത്. അന്നേരം എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത് വെച്ചാൽ ഡ്യൂറിങ് സിവിയർ റെയിൻഫോൾ പീരിയഡ് ദ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. അന്നേരം ഈ സീപ്പ് ചെയ്ത വാട്ടർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ അടിയിൽ വളരെ പ്രഷർ ചെലുത്തും. ഈ അടിയിൽ സീപ്പ് ഊർന്നിറങ്ങിയ വെള്ളമാണ്. അതിൽ പ്രഷർ ചെലുത്തുമ്പം ഈ റോക്കിന്റെ താഴെ ലൂസ് ആയിട്ടുള്ള സോയിൽ കാണും. ഈ സോയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വരുന്ന വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് താഴോട്ട് മൂവ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ്. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റിയും കൂടെ ആക്ട് ചെയ്യും. അങ്ങനെ ഗ്രാവിറ്റിയും കൂടെ ആക്ട് ചെയ്യുമ്പം ഈ മേളിലുള്ള ഈ ലൂസ് ആയിട്ടുള്ള റോക്ക് പാർട്ടിക്കിൾസും സോയിൽസ് ഒക്കെ താഴോട്ട് ഒലിച്ചു പോകും. ഇതിനെയാണ് നമ്മൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിങ്ങിനാണ് സംഭവിക്കുന്നത്. അതായത് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ഇതിന് മുന്നേയുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചു. കേരളത്തിൽ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഒക്കെ പഠിച്ചില്ലേ? എന്താണ് ഹൈ ലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ് ഒക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ വിച്ച് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഈസ് മോർ പ്രോൺ ടു ലാൻഡ് സ്ലൈഡ്? ഏത് ഫിസിയോഗ്രാഫിക് ഡിവിഷനിലായിരിക്കും കൂടുതലായിട്ട് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്നത്? അറിയില്ല, കുഴപ്പമില്ല. പറയാമോ? ശില്പയ്ക്ക് പറയാമോ? അതെ, വെരി ഗുഡ്. ഹില്ലി ഏരിയസിലാണ് ലാൻഡ് സ്ലൈഡ് കൂടുതൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടായിരിക്കും ഹില്ലി ഏരിയസിൽ കൂടുതലായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്? അതെ, സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള പ്രദേശമാണ്. പിന്നെ കുത്തനെയുള്ള മണ്ണ്, അതായത് സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പാണ്. പിന്നെ എന്താണ് ഇൻസ്റ്റെബിലിറ്റി, അവിടെ ലൂസ് ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് കാണും. അന്നേരം ലാൻഡ് സ്ലൈഡ് ഒരു ഡിസാസ്റ്റർ ആണ്. അതുകൊണ്ടാവുന്ന ഏറ്റവും റെയിനി സീസണിലാണ്. കേരളത്തിൽ സംഭവിച്ചു വരുമ്പോൾ ഫിസിയോഗ്രാഫി ഹില്ലി ഏരിയസിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണ്? സ്റ്റീപ്പ് സ്ലോപ്സ്, ലൂസ് ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ്. നമ്മൾ ഏതൊരു ഡിസാസ്റ്റർ ആയാലും കുറച്ച് മിറ്റിഗേഷൻ മെഷേഴ്സ് ഉണ്ട്. ആ മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്താൽ ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് എന്താണ് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും, അല്ലേ? ഇപ്പം അങ്ങനെയാണെങ്കിൽ ലാൻഡ് സ്ലൈഡ് വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്? അതെ, എന്താണ്? മരങ്ങൾ വെച്ച് പിടിക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്താണ്? അത് റോക്കിനെ, സോയിലിനെ പിടിച്ചു നിർത്തും. അതാകുമ്പോൾ ലാൻഡ് സ്ലൈഡ് വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യും. പിന്നെ ഹൗസ് കൺസ്ട്രക്ഷൻ ഒഴിവാക്കുക. അത് എന്ത് ചെയ്യണം? സ്റ്റീപ്പ് സ്ലോപ്സിലാണ്, അതായത് കുത്തനെയുള്ള ചെരുവിലൊന്നും കൊണ്ടുവരുന്ന വീടുകൾ വെക്കണം. ഓൾറെഡി ഈ സ്റ്റീപ്പ് സ്ലോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ്, താഴോട്ട് പോകാനുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് കൺസ്ട്രക്ഷൻ ഒന്നും നടത്തരുത്. കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ അതിന്റെ അടിയിലുള്ള സോയിൽ ഒന്നും കൂടെ ലൂസ് ആകുന്നുണ്ട്. പിന്നെ അതെ, മരങ്ങൾ വെട്ടാതിരിക്കുക. ടെറസ് ഫാമിംഗ് എന്താണ്? സ്റ്റീപ്പ് സ്ലോപ്സിൽ കട്ട് ചെയ്ത് നമ്മൾ ഫാമിംഗ് നടത്തുക. അതാകുമ്പോൾ എന്താണ്, നമ്മൾ കിഴക്കൊക്കെ ചെയ്യുമ്പോൾ അടിയിലുള്ള സോയില് ലൂസ് ആയിട്ട് താഴോട്ട് പോകില്ല. ടെറസ് ഫാമിംഗ് ചെയ്യാം. പിന്നെ ഈ മരങ്ങൾ വെട്ടാതിരിക്കുക മാത്രമാണോ? ഇങ്ങനെയുള്ള ഏരിയയിൽ അഫോറസ്റ്റേഷൻ കൂടെ ചെയ്യാം. അതായത് എന്താണ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ സോയിലിനെ പിടിച്ചു നിർത്തും. അന്നേരം ഡിഫോറസ്റ്റേഷൻ ഒഴിവാക്കുക. സ്റ്റീപ്പ് സ്ലോപ്സിൽ അവിടെ അഫോറസ്റ്റേഷൻ തന്നെ ചെയ്യുക. അതുകൂടാതെ എന്താണ്, സ്ലോപ്സിലൊന്നും കൺസ്ട്രക്ഷൻ ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ്, ടെറസ് ഫാമിംഗ് ചെയ്യുക. അത് ഇത്രയും പോയിന്റ്സ് ആണ്. ഇത് നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ആദ്യം ലാൻഡ് സ്ലൈഡ്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സിവിയർ ആയിട്ടുള്ള റെയിൻ ടൈമിൽ വെള്ളം താഴോട്ട് ഊർന്നിറങ്ങുകയും അതിന്റെ ഒരു പ്രഷർ കാരണം അവിടെ റോക്കിന്റെ അടിയിലുള്ള ലൂസ് സോയിൽസ് താഴോട്ട് മൂവിന് ടെൻഡൻസി ഉണ്ടാവും. അന്നേരം ആ ടെൻഡൻസിയുടെ കൂടെ ഗ്രാവിറ്റിയും കൂടെ ആക്ട് ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു അത്രയും ഏരിയ താഴോട്ട് കൊളാപ്സ് ചെയ്യും. അങ്ങനെയാണ് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്നത്. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹില്ലി ഏരിയസിലാണ് പ്രോൺ ആയിട്ടുള്ളത്. എന്തുകൊണ്ട് ഹില്ലി ഏരിയസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്
പിന്നെ ലൂസ് റോപ്പ് വാട്ടർ. അങ്ങനെ കുറച്ച് മെറ്റീരിയലുകളുടെ മെഷർ, സ്വാമിങ്, ഡിഫോറസ്റ്റേഷൻ ഒഴിവാക്കുക, ഫോറസ്റ്റേഷൻ ചെയ്യുക, ഹൗസുകളൊന്നും കൺസ്ട്രക്ട് ചെയ്യരുത്. ക്ലിയർ ആണോ? ഓക്കെ. അന്നേരം നിങ്ങൾ ഒരു ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കുറേ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടായിട്ടുണ്ട്. അന്നേരം ആ മേജർ ലാൻഡ് സ്ലൈഡ്സിനെ കുറിച്ച് പത്രം കട്ടിങ്ങുകളൊക്കെ ഇല്ലേ, അതും മറ്റ് ഇൻഫർമേഷനുകളൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യുക. ഇതുകൊണ്ട് ഓക്കെ. Thank you, sir.